തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ ചാനൽ ചില അഭിപ്രായ സർവേകളൊക്കെ എടുത്തിരുന്നു. ആരാണ് അധികാരത്തിൽ വരേണ്ടത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ ചോദിച്ചു. അതുപോലെ ഒരു അഭിപ്രായ സർവേയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത്. കാരണം നമ്മളെപ്പോഴും അങ്ങോട്ട് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ, നിങ്ങൾക്ക് ഇങ്ങോട്ടും സംസാരിക്കാൻ അവസരം കൊടുക്കണമല്ലോ. അപ്പോൾ പൊതുജനങ്ങളായിട്ടുള്ള വോട്ട് ചെയ്തിട്ടുള്ള, അത് ആർക്ക് വോട്ട് ചെയ്തെങ്കിലും, നിങ്ങളിപ്പോൾ UDF വോട്ട് ചെയ്തോ, LDF വോട്ട് ചെയ്തോ, BJP വോട്ട് ചെയ്തോ, നോട്ടയ്ക്ക് വോട്ട് ചെയ്തോ, വോട്ട് ചെയ്തില്ലേ, ഇതൊന്നും നമുക്ക് വിഷയമല്ല. അതെല്ലാം നിങ്ങളുടെ സ്വകാര്യമായ സ്വാതന്ത്ര്യവും സ്വകാര്യമായ ജനാധിപത്യവും രഹസ്യ സ്വഭാവമുള്ളതാണ്. അതൊന്നും ആരോടും പറയണ്ട. പക്ഷേ പിണറായി ഗവൺമെൻറ് മാറി VD സതീശൻ ഗവൺമെൻറ് വരുമ്പോൾ എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? 20 മന്ത്രിമാർ മാറി, വകുപ്പുകൾ മാറി, ഒരുപാട് ഉദ്യോഗസ്ഥ സംവിധാനം മാറുന്നു. എല്ലാം മാറുമ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? ഇപ്പോൾ KRail പദ്ധതി നടപ്പിലാക്കുന്നത് പിൻവലിച്ചു. PSC ലിസ്റ്റ് 3 മാസത്തേക്ക് നീട്ടി. ലിസ്റ്റുകൾ പലതും കാലഹരണപ്പെട്ടു പോയതാണ്. അത് കാലഹരണപ്പെട്ട് പോകുമായിരുന്നു, അതിന് നീട്ടിയിട്ടുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് ജൂൺ 15 മുതൽ വാഹനത്തിൽ KSRTCയിൽ സൗജന്യ യാത്ര പറയുന്നു. ഇനി ഇന്ദിരാ ഗ്യാരണ്ടിയിൽ കിടക്കുന്ന 25 ലക്ഷത്തിൻ്റെ ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം വരാൻ കിടപ്പുണ്ട്. അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള വകുപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ. ഇപ്പോൾ KRail മഞ്ഞക്കുറ്റിയെല്ലാം വലിച്ചൂരാൻ റവന്യൂ വകുപ്പിന് ഉത്തരവ് കൊടുത്തു. അതുപോലെ അവരോട് പറഞ്ഞു. അതുപോലെ തന്നെ മുഴുവൻ കേസും പിൻവലിക്കാൻ, വളരെ മാരകമായ കേസുകൾ ഒഴിച്ച്, ക്രിമിനൽ കുറ്റങ്ങൾ ഒഴിച്ച്, ക്ലാസിക് ക്രിമിനൽ കുറ്റങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കുറ്റങ്ങളെയും പിൻവലിക്കാനായിട്ട് ആഭ്യന്തര വകുപ്പിനോട് നിർദ്ദേശിച്ചു. ക്യാബിനറ്റ് തീരുമാനമാണ്. അപ്പോൾ ആഭ്യന്തര വകുപ്പ് അത് ചെയ്യും. അപ്പോൾ അങ്ങനെ വളരെ കൃത്യമായ ഒരു പരിസ്ഥിതി സൗഹൃദമായൊരു കേരളത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. സെക്രട്ടേറിയറ്റിൽ രാവണൻകോട്ട തുറന്നു, എല്ലാവർക്കും അവസരം കൊടുക്കുന്നു. മന്ത്രിമാർ ഓഫീസുകളിലെ ആളുകൾ പോകാൻ തുടങ്ങി. അതുപോലെ വാഹന വ്യൂഹം 14 മുതൽ 40 വാഹനം വരെ പലപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പിണറായിക്കുറിച്ചുള്ള പരാതി. അതെല്ലാം മതിയാക്കി 3 വാഹനത്തിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. ഒരു പൈലറ്റ് വാഹനവും, ഒരു എസ്കോട്ട് വാഹനവും, പിന്നെ ഒരു മുഖ്യമന്ത്രിയുടെ വാഹനവും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മുഖ്യമന്ത്രി പോണത് ഒരു ശല്യമില്ല തിരുവനന്തപുരത്തുകാർക്കും. കേരളത്തിൽ മറ്റത് കവടിയ അദ്ദേഹം നന്തൻകോടിലെ ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറങ്ങുമ്പോൾ 6-7 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന സെക്രട്ടേറിയറ്റ് വരെ ഒരു 6-7 കിലോമീറ്റർ ചുറ്റളവിൽ സകല സ്ഥലത്തും ആളുകളെ നിയന്ത്രിച്ച്, സകല വാഹനങ്ങൾ നിയന്ത്രിച്ച്, എന്തോ ഭീകര അന്തരീക്ഷം, ഒമാമ ബിൻ ലാദൻ വരുന്ന ഒരു ഭീതിയാണ് തിരുവനന്തപുരത്തുകാർക്കുണ്ടായിരുന്നത്. അത് മാറി വളരെ ശാന്തമായി പോകുന്ന ഒരു മുഖ്യമന്ത്രിയെ കാണുന്നു. ആക്ഷൻ ഒരുപാടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ ഗവൺമെൻറ്റിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു, ഓരോ വകുപ്പിലും എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ നന്നായിരിക്കും. നിങ്ങൾ പറയണം എന്താണ് ഈ കാര്യങ്ങൾ. നമ്മൾ നല്ല നിർദ്ദേശങ്ങൾ വീഡിയോ ആയി ചെയ്യും. അത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ഏതാണോ കൺസേൺ മന്ത്രി, ആ മന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ നമ്മൾ കൊണ്ടുപോകും. ഇന്നലെ ഭിന്നശേഷി സൗഹൃദമാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വീഡിയോ അയച്ചു തന്നു. ഒരു വിവരം കണ്ണൂരിൽ നിന്നുള്ള പെരിയാരത്തു നിന്നുള്ളൊരു പ്രജിത്ത് അയച്ചു തന്നു. അത് നമ്മൾ വീഡിയോ ചെയ്തു. അംഗനവാടികൾ കുറേ വിവരങ്ങൾ തന്നു, അത് വീഡിയോ ചെയ്തു. അപ്പോൾ ആരാണോ വിവരം തരുന്നത് അത് നമ്മൾ തീർച്ചയായിട്ടും ഇതിനകത്ത് വീഡിയോ ചെയ്യും. പക്ഷേ നിങ്ങൾ ഫാക്സ് ആയിരിക്കണം പറയേണ്ടത്. അല്ലാതെ ശമ്പളം കൂട്ടുക അങ്ങനെ കുഞ്ഞു കാര്യങ്ങളല്ല. അത് വരട്ടെ, അതും നിങ്ങൾക്ക് പറയാം. പക്ഷേ അതോടൊപ്പം നല്ല നിർദ്ദേശങ്ങൾ, നല്ല ആശയങ്ങൾ നിങ്ങൾ തരിക. നേരത്തെ ഞങ്ങൾ മേയറുടെ വേണ്ടി, തിരുവനന്തപുരം നഗരസഭയ്ക്ക് വേണ്ടി ഇങ്ങനെ കുറേ ആശയങ്ങൾ ക്ഷണിച്ചിരുന്നു. അത് ഞങ്ങൾ മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഓരോ മന്ത്രിമാരുടെയും ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്, മുഖ്യമന്ത്രി മുതൽ ആഭ്യന്തരമന്ത്രി മുതൽ താഴേക്ക് അവസാനത്തെ കായിക യുവജനക്ഷേമ മന്ത്രി വരെയുണ്ട്. ഏറ്റവും ചെറുപ്പമുള്ള ജനീഷ് വരെയുള്ള മന്ത്രിമാരുണ്ട്. ജനീഷ് വരെയുള്ള മന്ത്രിമാരുണ്ട്. അപ്പോൾ ഇവരെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടുന്ന ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, കായിക രംഗത്ത്, വനിതാ ശിശുക്ഷേമ രംഗത്ത്, അതുപോലെ ഓരോ രംഗത്ത്, മത്സ്യമേഖലയിൽ, കയർ മേഖലയിൽ, ഗതാഗത മേഖലയിൽ, ഓരോ മേഖലയിലും എന്തെന്ത് പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം, എന്താണ് പുതിയതായി പ്രഖ്യാപിക്കേണ്ടത്, എന്തൊക്കെ ആശയങ്ങളുണ്ട്, അത് നിങ്ങൾ ഞങ്ങൾക്ക് എഴുതുക. നന്നായി നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പ് അയക്കുക. വാട്സപ്പിനേക്കാൾ നല്ലത് നിങ്ങൾ കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് കാണാൻ പറ്റും. ഒരു ഡിസ്കഷൻ നടക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുക. അത് ദൗത്യമാണ്. ഞങ്ങൾ കിട്ടുന്നതിൽ നല്ല അഭിപ്രായങ്ങൾ കൺസോൾട്ടേറ്റ് ചെയ്ത് അതിൽ വീഡിയോയും ചെയ്യും. അത് ബന്ധപ്പെട്ട മന്ത്രിമാർക്കും സെക്രട്ടറിമാർക്കും ഗവൺമെൻറ്റിലും അയച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒപ്പമുണ്ട് കൂടെ. കാരണം സർക്കാർ വരുന്ന സമയത്ത് തന്നെ വിമർശനമൊന്നും നമുക്കില്ല. കാര്യങ്ങൾ നടക്കട്ടെ. പിന്നെ നാളെ സർക്കാർ ജനവിരുദ്ധമായ, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വിരുദ്ധമായ, അല്ലെങ്കിൽ ഓരോ വിഭാഗത്തിനും ജനങ്ങളുടെ വിരുദ്ധമായ പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കതിനകത്ത് പ്രതികരിക്കേണ്ടി വരും. ഇന്നലെ തന്നെ ദളിതന്മാരുമായി ബന്ധപ്പെട്ട ആ ഒരു പട്ടികജാതി പട്ടികവർഗ കോളനിയിലൊരു സംഘർഷം ഉണ്ടായി. പക്ഷേ അപ്പോൾ തന്നെ ആഭ്യന്തരമന്ത്രി ഇടപെട്ട് അത് നിർത്തിവെച്ചു. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ ഇടപെടലുകൾ ഗവൺമെൻറ്റിൽ നിന്നുണ്ടാവുന്നു. ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാം, പറയുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഓരോ വകുപ്പിലും 24, 21 വകുപ്പിലായിട്ട്, മുഖ്യമന്ത്രി ഉൾപ്പെടെ 20 വകുപ്പും 21 വകുപ്പുകളിലായി ഓരോ പത്രങ്ങളിലുണ്ട് ഓരോ മന്ത്രിക്കും എന്താണ് വകുപ്പുകളെന്ന്.
നോക്കി നിങ്ങളുടെ നല്ല നിർദ്ദേശങ്ങൾ, നല്ല ആശയങ്ങൾ, നല്ല സ്വപ്നങ്ങൾ, നല്ല ചിന്തകൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഏറ്റവും നല്ല തിരഞ്ഞെടുക്കപ്പെടുന്നവ കൃത്യമായി വീഡിയോകൾ ചെയ്യും, അത് ഗവൺമെൻറ്റിൽ എത്തിക്കുകയും ചെയ്യും. അങ്ങനെ നന്മയുടെയും കൂടി ഭാഗമായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ചാനലിൻ്റെ ഒരു പോളിസി. മറുവശത്ത് ജനപക്ഷത്ത് നിന്നുകൊണ്ട് വിമർശിക്കേണ്ടതിന് വിമർശിച്ചും തലോടിയും പോകുന്നൊരു സമീപനമാണ്. എല്ലാ ആളുകളും സഹകരിക്കുക. നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ളവർ കൃത്യമായി നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ അഭിലാഷങ്ങൾ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് തീർച്ചയായിട്ടും എല്ലാ നിർദ്ദേശങ്ങൾക്കും സ്വാഗതം.